ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പെരുന്നാൾ വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ബിരിയാണിയും തേങ്ങാച്ചോറുമാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ മറ്റേ ആൾ കുളിച്ച് മാറ്റി റെഡിയായി വന്നതാണ് കേട്ടോ കാണിക്കണത്. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് എടുക്കണീൻ്റെ അടിയിലാണ് അവൻ വന്നത്. അപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ എണീറ്റ് ബ്രെഡും ചായയാണ് അവൻ കുടിക്കണത് കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളി ഇതൊക്കെ രാത്രി തന്നെ തൊലിച്ച് വെച്ചിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ ചോപ്പറിൽ ഇതിലിട്ട് മിക്സിയിലിട്ടിട്ട് അരിഞ്ഞെടുക്കണ്ടോ. അതുകൊണ്ട് പെട്ടെന്നായി. മറ്റേത് നമ്മൾ കട്ടിംഗ് ബോർഡുമൊക്കെ വെച്ച് അരിഞ്ഞെടുക്കണമെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ മിക്സി ആയതുകൊണ്ട് സുഖമായിട്ട് ഉള്ളിയൊക്കെ വേഗം വെട്ടിയെടുക്കട്ടെ. ഞാൻ രാത്രി തന്നെ എല്ലാതും തൊലിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ പണിയൊന്നും വന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കുളിച്ച് മാറ്റി വന്നു. അപ്പോൾ ദൈവം നീച്ച് എന്തോ ടാഗ് അടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഗന്ധം വിട്ടിങ്ങനെ എന്തോ ഒരു പറച്ചിലില്ലേ അണ്ണാൻ്റെ മാരിന്നില്ലേ, അതുപോലെ ഇങ്ങനെ നിൽക്കണം ഓന്. പിന്നെ അത് ആ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തോട്ടോ ഞാൻ. അത് നല്ല പിന്നെ ഇതിൽ നല്ലതിൽ കനം കുറഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് പെട്ടെന്ന്. പക്ഷേ നല്ല എന്താ ബിരിയാണിക്കൊക്കെ വെച്ചാൽ പാകത്തിൽ വേഗം പറ്റുള്ളൂ, അല്ലെങ്കിൽ വേഗം വെന്ത് നല്ല ഇങ്ങോട്ട് മസാല പോലെ ആയി വരും ഉള്ളി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു മീഡിയം വേഗിലാണ് എടുക്കണം. എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ. അത് കണ്ടോ ഫുള്ള് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടി. അത്രയും ഉള്ളി ഞാൻ നേരെ മറിച്ച് കട്ടിംഗ് ബോർഡും വേണമെങ്കിൽ അത്രയും ടൈം എടുക്കും. അപ്പോൾ ഇത് ബിരിയാണിക്കുള്ള സാധനങ്ങളുണ്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആദ്യം ബിരിയാണിക്കുള്ള ഉള്ളി ഇതും പൊരിച്ചെടുക്കുമല്ലോ നമ്മൾ മേലിടാൻ വേണ്ടിയിട്ട്. അവൻ്റെയൊക്കെ നെയ്യിൻ്റെ അടപ്പൈക്കടി ചാടി. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിന് തന്നെ ഇങ്ങോട്ട് എടുത്തു. പിന്നെ മിൽമ നെയ്യും പാർന്നു, ആദ്യം സൺഫ്ലവർ ഓയിലും പാർന്ന് പിന്നെ ഉള്ളി ഇട്ടു കേട്ടോ. പൊരിച്ചെടുക്കാമല്ലോ ഉള്ളി ഇട്ടു. എന്നിട്ട് പിന്നെ മസാല എണ്ണയിൽ തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ എല്ലാതും എടുത്തൊരു ഭാഗത്ത് വെച്ചു കേട്ടോ, അരിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അതിക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല അണ്ടിപ്പരിപ്പ് പിന്നെ കഷ്ണം വെട്ടിയും കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ നടുക്ക് ഇങ്ങനെ വെട്ടിയെടുത്താൽ അങ്ങനെ ഇടണീലാറല്ലത് ഇങ്ങനെ പൊളിച്ചിടണല്ലേ. പിന്നെ അപ്പൊക്കെ നമ്മൾ ചെറിയ ആളെ ഒന്ന് വിളിച്ചുണർത്താൻ വേണ്ടി പോയതാണ് കേട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ. പക്ഷെ ആൾ നീക്കണ പരിപാടി ഒന്നുമില്ല. 10 മിനിറ്റ് പറഞ്ഞങ്ങാണ്ട് കിടക്കുകയാണ്. എപ്പോൾ വിളിച്ചാലും അവന് ഒരു 10 മിനിറ്റിൻ്റെ ആളാണ് കേട്ടോ അവന്. അപ്പോൾ ആ 10 മിനിറ്റ് ഇനിയും കഴിയണ പരിപാടിയില്ല. കുറേ നേരം ഞാൻ വിളിച്ചു നോക്കി. അപ്പോഴൊക്കെ ആൾ 10 മിനിറ്റ് എന്നുള്ള രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് അപ്പോൾ അവൻ നീച്ചേണ്ട പരിപാടി ഒന്നുമില്ല കേട്ടോ. കുറേ വിളിച്ചു. അപ്പോൾ പിന്നെ ആൾ കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി കുറച്ച് നേരം കൂടിയും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി വീണ്ടും കിച്ചണിക്ക് തന്നെ പോയിട്ടോ. അപ്പോഴൊക്കെ പിന്നെ നമ്മൾ കോഴിയൊക്കെ ഫീഷറിൽ വെച്ചിരിക്കുന്നു, അതൊക്കെ കഴുകി എടുക്കുകയാണ്. വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെടുത്തിട്ട് ഒന്നും കൂടി അയിമത്തെ വെള്ളം പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ ഞാൻ തേങ്ങാച്ചോറ് അടുപ്പിൽ വെച്ചിരുന്നു കേട്ടോ. ഞാൻ അത് കറണ്ട് അടുപ്പം ആദ്യം കുക്കറിലാക്കി വെച്ചു. കാരണം 2 ചോറ് വെക്കുന്നുണ്ട്. അവരെ വാപ്പാക്ക് തേങ്ങാച്ചോറേ പറ്റുള്ളൂ. ബിരിയാണി അത്രയ്ക്ക് വലിയൊരു താല്പര്യമല്ല. അപ്പോൾ പിന്നെ അവർക്ക് തേങ്ങാച്ചോറും വെച്ചു, മക്കൾക്ക് ബിരിയാണി വെച്ചിട്ട്. അപ്പോൾ അതിക്കുള്ള ഉള്ളി പൊരിച്ചെടുത്തു കേട്ടോ ഞാൻ. കാരണം ചെറിയ കനമില്ലാതെ ആയതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ അപ്പക്ക് അവരെ വാപ്പ പള്ളിക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ തുണിയും ഷർട്ടൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എന്നോട് ഇങ്ങോട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, എനിക്ക് പുതിയ ഷർട്ട് ഇല്ലെങ്കിൽ ഞാൻ കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ എടുത്തത് അവരോട് പറഞ്ഞിട്ടുണ്ടായില്ല, അറിയാതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് എന്നോട് ഇങ്ങനെ പുളു അടിച്ച് നിൽക്കുകയാണ്, ഷർട്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിങ്ങണ്ട്. അപ്പോൾ അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് പോകാൻ ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാ മറ്റോനും ഓനാണ് ആദ്യം നീച്ച് കുളിച്ച് മാറ്റിയിരിക്കണത്. അപ്പോൾ ഓനും ഇറങ്ങിയപ്പോൾ ഓൽക്കൊക്കെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത്. പിന്നെ മുസല്ല വേണം പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ പോകണേ, മദ്രസയിൽ കഴിഞ്ഞിട്ടോ നിസ്കാരം. അപ്പോൾ അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് മുസല്ല വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മുസല്ല കൊണ്ട് അങ്ങനെ ഓലൊക്കെ ഇറങ്ങി. അപ്പോൾ പോകുമ്പോൾ ഈദ് മുബാറക്ക് പറഞ്ഞൊരു കെട്ടിപ്പിടുത്തൊക്കെ നടത്തുകയാണ് കേട്ടോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ ആൾ പോയി ഒല്ലെടുക്കണം. അപ്പോൾ ഷൂ ഒക്കെ ഊരി വെച്ച് വേറൊരു ചെരുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ആൾ ഒല്ലെടുക്കാൻ പോകണം. അങ്ങനെ ഓൻ ഒല്ലെടുത്ത് കഴിഞ്ഞ് ഓൻ വന്ന് അപ്പോഴൊക്കെ മറ്റേ ആളും അവിടെ പുറത്തിറങ്ങിയിട്ട് ഒല്ലെടുത്ത് പോകുന്നുണ്ട്. കാരണം പള്ളിക്കൊക്കെ കൃത്യ ടൈമിനാണ് പോകണേ. 5 മിനിറ്റ് നേരത്തെ പോകണ പരിപാടിയൊന്നുമില്ല. അപ്പോഴൊക്കെ ഇയാളും കുളിച്ചിറങ്ങി അവനും കുപ്പായത്തിൻ്റെ കൈയൊക്കെ മടക്കിയും കൊണ്ടിരിക്കണം. അപ്പോൾ സ്പ്രേ ഒക്കെ ഞാൻ തന്നെ അടിച്ചു കൊടുക്കണ്ട, നേരമല്ല പെട്ടെന്ന് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആൾ ഈദ് മുബാറക്ക് പറഞ്ഞ് അവനും അങ്ങനെ പള്ളിക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഓൻ അങ്ങനെ പോയി. അപ്പോൾ മുസല്ല കസാലയിൽ വെച്ചിരുന്നു. അപ്പോൾ അതും പോയി. ഓൻ കൈ തരാൻ സലാം പറയാൻ നിൽക്കണ മാതിരിയായിട്ട് ആൾ നിൽക്കണേ. പിന്നെ ഓനും ഈദ് മുബാറക്ക് പറഞ്ഞ് ഓനും പോയിട്ടോ. അപ്പോൾ അങ്ങനെ അതാ 3 ആളും 2 വണ്ടിമേലായിട്ട് അങ്ങനെ 3 ആളും പോയിട്ടോ. ഒരു വണ്ടിമേൽ പോയാൽ മതി. പക്ഷേ ഇവൻ പോരുന്ന ടൈമിന് ഓല് പോരില്ല, ഓല് പോരുന്ന ടൈമിന് മറ്റോല് പോരില്ല. അപ്പം അങ്ങനെ ഓല് 3 ആളും 2 വണ്ടിമേണ് പോയത്. വലിയ ചെറുക്കന്മാർ 2 വണ്ടിമേയും പോയാലോ വാപ്പ മറ്റു വണ്ടിമേ. പിന്നെ അപ്പൊക്കെ ഞാൻ അടുപ്പത്തിൽ തീ ഉണ്ടായിരുന്നല്ലോ, വേഗം വന്ന് ഉള്ളി പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കോഴിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഉള്ളി ഇതും ആ എണ്ണയ്ക്ക് തന്നെ ഇട്ടു കേട്ടോ.
എന്നാൽ പിന്നെ എണ്ണ ഇതാക്കി കളയണ്ടല്ലോ. അപ്പോൾ ആ എണ്ണയ്ക്ക് തന്നെ ഇട്ടിട്ട് അതിലേക്ക് വെച്ചപ്പോൾ തക്കാളി കട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ തക്കാളി എടുത്തു കൊടുന്ന് അത് കട്ട് ചെയ്ത് അതും ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. തക്കാളി പിന്നെ ഞാൻ അന്നാണ് ഇതാക്കിയത്. കാരണം തലേന്ന് തന്നെ കഷ്ണം വെട്ടി വെച്ചാൽ അതൊരു ജാതി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒക്കെ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അതിലേക്കുള്ള മല്ലിച്ചപ്പും പുതിനയും അതൊക്കെ ഒന്ന് കഷ്ണം വെട്ടാൻ വേണ്ടി കണ്ട് ആകെ ഒരുമിച്ച് കൂട്ടി കൊടുന്നതുകൊണ്ടേ ഇത് വേർതിരിച്ച് കിട്ടാൻ ഭയങ്കര പണി. അപ്പോൾ അതൊക്കെ എടുത്ത് അതൊക്കെ കഷ്ണം വെട്ടി വേറെ വേറെ വെക്കുകയാണ് കേട്ടോ ബിരിയാണിക്ക് ഇടാനുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉള്ളിയും മല്ലിച്ചപ്പും ഉപ്പും തൈരൊക്കെ പാർന്ന് അതും ഇതാക്കി അതിൻ്റെ അടിയിൽ അടുപ്പിലുള്ള ഉള്ളിയും തക്കാളിയും വെച്ചത് അതൊക്കെ ശരിയാക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്ക് ഞയ്ക്കുള്ള മസാലയ്ക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തലേന്ന് തന്നെ ഒക്കെ ഇതാക്കി വെച്ചതുകൊണ്ട് പിന്നെ രാവിലെ വലിയ പണിയൊന്നും ഉണ്ടായില്ല. പിന്നെ അതിലേക്കുള്ള ജീരകം ഇതൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ചതച്ച് വാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരച്ചെടുക്കല്ല, നമ്മളൊന്ന് ചതച്ചെടുക്കുമല്ലോ മിക്സിയിൽ. അങ്ങനെ അതൊക്കെ ഓരോ പണികളും ഇങ്ങനെ കഴിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഉള്ളി അടുപ്പത്തുണ്ടല്ലോ, അപ്പോൾ കവ് പോകുമ്പോഴേക്കും അത് ഓരോന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ. നല്ലോണം പേസ്റ്റായിട്ടല്ല, എന്നാൽ ചതഞ്ഞ പോലെ ആകുമ്പോൾ നല്ലോണം പേസ്റ്റായി കഴിഞ്ഞൊരു സ്മെല്ല് ഒരു കുത്ത് വരും നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചതച്ചിടുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാതെ നമുക്ക് ഇതായി കിട്ടോ. പിന്നെ തൈരിക്കില്ല ഉള്ളി ഇത് മുളക് വെട്ടിയിട്ട് അത് ഇടാണ് കേട്ടോ. നാവൊക്കെ അങ്ങനെ പേച്ച് പോകുന്നുണ്ട് വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാക്കി അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്തിട്ട് സലാഡ് കഴിക്കുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ ചോറിക്കില്ല നാരങ്ങ പീച്ചിയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇതാക്കണില്ല, നല്ല ഇതിൽ വെച്ച് പ്രസ് ചെയ്താൽ നല്ലോണം ഫുള്ളായിട്ട് പോരും. അപ്പോൾ ഞാൻ 2 കഷ്ണം വെട്ടിയിരുന്നു. അപ്പോൾ 2 ആവശ്യമില്ല. അപ്പോൾ 1.5 ഇതായിട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതാ തേങ്ങാച്ചോറ് വെന്ത് മാങ്ങിയിട്ടോ. അത് നല്ലോണം വെന്ത് നല്ലോണം മിക്സാക്കി തേങ്ങയൊക്കെ ഇങ്ങനെ മേലെ നിൽക്കുമല്ലോ. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്ത് വേറൊരു പാത്രത്തേക്ക് കൊട്ടി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തേക്ക് അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മളിതാ അതൊക്കെയല്ല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ മസാലപ്പൊടികളൊക്കെ ഇടാൻ വേണ്ടിങ്ങാണ്ട് അതൊക്കെ ഓരോന്ന് ഇട്ട് വെക്കുന്നുണ്ടോ. പിന്നെ നാവ് ഇങ്ങനെ പെച്ച് പോകുന്നുണ്ട്, കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിനാണ് ഞാൻ അത് വോയിസ് ഓവർ തന്നെ കൊടുക്കണത്. ഇന്നലെ ഇടേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലത്തെ ക്ഷീണം കൊണ്ട് അങ്ങനെ കടന്നു പോയിട്ടോ. അപ്പം ഇന്ന് ഇടാന്ന് വെച്ചിട്ടാണ് ഇന്ന് വെച്ചത്. അപ്പം ഇന്ന് അതിലും വലിയ ക്ഷീണത്തിലാണ് കേട്ടോ. അപ്പോൾ അത് പൊടികളും മസാലപ്പൊടികളൊക്കെ എല്ലാം അതും ഇട്ട് റെഡിയാക്കിയതാ. അപ്പോൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വന്നു കേട്ടോ. ആദ്യം തന്നെ മാപ്പിള എത്തി കേട്ടോ. ഓലെത്തി വരുന്നതിനെ കുറ്റം പറയാൻ വേണ്ടി വരട്ടെ, എന്തൊക്കെ ഉണ്ടാക്കണേ ഏതാക്കുന്നില്ലൊക്കെ ഒരു ആദ്യം തന്നെ വന്ന് ഓരോ കമൻ്റ് അടിച്ച് ഇങ്ങനെ പോവുകയാണ് ഓല് കേട്ടോ. വലിയ അത് അത്ര രസമല്ല, മസാല അങ്ങനെ എറിയിക്കണം ഇങ്ങനെ എറിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി, ഇങ്ങക്കില്ലത് ഞാൻ തേങ്ങാച്ചോറാണത് ഞങ്ങൾക്കില്ലേണെന്നൊക്കെ അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അരി തീമടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കറണ്ട് അടുപ്പുമ്പോൾ വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ചവ്വരി ഉണ്ടല്ലോ അത് നല്ലോണം എന്താ ഇതൊന്ന് കവർന്നൊക്കെ എടുത്തിട്ട് അതിക്കിട്ടിടാം ഒന്ന് കേക്ക് കണ്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് കേക്ക് എടുത്തിട്ട് അടുപ്പിൽ വെക്കാൻ വേണ്ടി കണ്ട. അപ്പോൾ അത് ഗ്യാസുമ്മേ അടുത്ത അടുപ്പിൽ അതും വെച്ചു കേട്ടോ. അപ്പം എന്നാൽ അതും ആകട്ടെ. അപ്പോൾ കോഴി അടുപ്പിൽ വെച്ചതൊന്നുകൊണ്ട് വേവിക്കാൻ വേണ്ടിങ്ങാണ്ട് മസാലയൊക്കെ ഇട്ട് കോഴിയൊക്കെ കഴിക്കിട്ടല്ലോ. അപ്പോൾ അതൊന്ന് നല്ലോണം വേവാൻ വേണ്ടിങ്ങാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വായൻ്റെ ഇല വെട്ടിക്കൊണ്ടിരട്ടെ. മോളാട്ടോ അത് വെട്ടുന്നത് ആൾ. പിന്നെ അവളോട് പോയി ഒരു വായൻ്റെ ഇല വെട്ടിയെന്ന് പറഞ്ഞിട്ട് അതാകെ വെട്ടി നസി കുസിയാക്കിയിട്ട് കൊണ്ടുവരണുണ്ട് കേട്ടോ ഓള്. അപ്പോൾ അത് ഇതാകെ കൊണ്ടുവരണം. ഓൾ ആദ്യമായിട്ടൊരു പണി എടുത്ത് തന്നെയാണ് അത് വെട്ടൽ കേട്ടോ. പിന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ടുള്ള സേമിയന് ഞാൻ എന്താ നുറുക്കി വരുന്ന സേമിയൻ ഉണ്ടല്ലോ അതാണെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ കവർന്ന് എടുത്ത് നോക്കുമ്പോൾ അതല്ല മറ്റേതാണ്. അപ്പോൾ പിന്നെ അരി അവിടെ അരിക്ക് തീമടാല വെള്ളം വെച്ചിരുന്നത് നല്ലോണം തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ അരിക്ക് അരി കഴുകി ഇടുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതയ്ക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കണം. കറണ്ട് അടുപ്പമേ അതുകൊണ്ട് പെട്ടെന്ന് ആവുമല്ലോ, പിന്നെ തോനെ നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ മല്ലിച്ചപ്പും ഇതൊക്കെ പാരാണ്ടായിരുന്നു, അതൊക്കെ പാർന്ന് അതൊക്കെ മസാല നല്ലോണം വെന്ത് റെഡി ആയിട്ട് പിന്നെ വായൻ്റെ ഇല വാട്ടിയിട്ട് എന്താ ഇതിൻ്റെ മസാലയുടെ മേലെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇട്ടു ഞാൻ ചോറിടൽ. അപ്പോൾ അതിന് വേണ്ടി മസാല അതൊക്കെ വാട്ടി പിന്നെ വായൻ്റെ ഇലയൊക്കെ അതിൻ്റെ മേലെ വെച്ചിട്ടു. ഇനി ചോറ് വേവിച്ചിട്ട് ഊറ്റി കഴിഞ്ഞതിന് ശേഷം അയക്കിട്ടു. അത് വെന്ത് നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട്. പാകത്തെ വേവിനെടുത്ത് പിന്നെ ദമ്മിടണ്ടേ. അപ്പോൾ ആൾ വീണ്ടും പള്ളിയിൽ നിന്ന് വന്ന് അപ്പോൾ പിന്നെ വാപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ട് ചെറിയ ആളെ വീണ്ടും വിളിച്ചുണർത്തുകയാണ് കേട്ടോ. കുറേ ഉമ്മയൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട്. ആളപ്പോൾ എന്ത് വിളിച്ചാലും 10 മിനിറ്റിൻ്റെ ആളാണ്. അങ്ങനെ കുറേ നേരം വിളിച്ചു വന്നു. പിന്നെ പായസത്തിനുള്ള പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്
ഫുള്ള് പാലിലാട്ട വെച്ചിക്കണേ, വെള്ളം ചേർത്തിട്ടില്ല. 2 പേക്ക് പാലിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ. കാരണം എല്ലാവരും ഒന്നും അങ്ങനെ കുടിക്കൂല. അപ്പോൾ പിന്നെ കുറച്ച് മതിയല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അതാ ചോറ് നല്ലോണം വെള്ളം വാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്കുള്ള മസാലകളും നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെങ്ങാണ്ട് അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലെയറാക്കി ഇട്ടിട്ട് അതിൻ്റെ മേലൊക്കെ കുറച്ചിട്ടു. ഇനി പിന്നെ ബാക്കിയുള്ള ചോറ് ഇട്ടിട്ട് പിന്നെ വീണ്ടും വന്ന മേലെ വീണ്ടും അങ്ങനെ തന്നെ ഇടുമല്ലോ. നിങ്ങൾക്ക് അറിയാലോ, ഇതിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ കരുതുമ്പോൾ എന്തിനാ അതിങ്ങനെ ഇതടിച്ചിങ്ങനെ കയറി പറയണത്? ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയില്ല എന്ന് വിചാരിക്കും. എന്നാലും അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കണത്, നമ്മളതായിട്ടുള്ളൊരു രീതിയിൽ പറയണല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ, അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ളത് ഞാൻ പറയണമെന്ന്. അപ്പോൾ അതൊക്കെ ഇട്ട് എല്ലാതും കഴിഞ്ഞിട്ടോ. അപ്പം ഇനി ഒന്ന് തീയൊന്നും ഇങ്ങോട്ട് മസാല ഒന്നും മേലേക്ക് ആവി കയറി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്യാസുമ്പോൾ ഒന്നും കൂടി വെച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കത്തിച്ച് വെച്ചാൽ അപ്പോൾ പിന്നെ പാല് നല്ലോണം തിളച്ച് വന്നു. അത് ഞാൻ എടുത്തിട്ട് വീണ്ടും കറണ്ട് അടുപ്പുമ്പോൾ വെച്ചിട്ടോ. ഗ്യാസ് മേനും സേമിയന് വറക്കണമെന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് ചൊന്ന് പോയിട്ട് സേമിയനൊന്ന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾക്ക് അപ്പോൾ അതൊക്കെ വെന്ത് അതിലേക്ക് ഇട്ടു, പഞ്ചസാര ഇട്ടു, പാൽ നല്ലോണം തിളച്ച് വന്നു. പിന്നെ നമ്മൾ ആ മധുരത്തിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇപ്പിൻ്റെ ഇത് ഇടുമല്ലോ, അപ്പോൾ അതിട്ടു. ആളെ വീണ്ടും കുറേ നേരം ഞാൻ വന്ന് വിളിച്ചിട്ടു ആൾ എണീക്കേണ്ട ഒരു പരിപാടി ഇല്ല കേട്ടോ. ആൾ വീണ്ടും 10 മിനിറ്റ് എന്നില്ല ഒരൊറ്റ ചിന്തയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവസാനം എടുത്തുകൊണ്ട് പോയിട്ട് ആളല്ലാതെ ഒരു രക്ഷയില്ല. എടുത്തുകൊണ്ട് പോയി കുളിമുറിയിലിട്ട് വെള്ളം പാർന്ന് കുളിപ്പിച്ചു കൊടുന്നു. പിന്നെ അത് ആൾക്കുള്ള ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ അത് വേറെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വേറെ അവൻ്റെ ഡ്രസ്സുകൾ ഓരോന്ന് ഇട്ടുങ്ങാണ്ട് വീഡിയോ എടുപ്പിച്ചാണ്. അപ്പോൾ ആൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒരു ഫസ്റ്റ് എൻ്റെ വീട്ടിൽ കേട്ടോ. ഈ എല്ലാ പെരുന്നാൾക്കും ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിട്ടാണ്. പിന്നെ ഉച്ചക്കോൾ എൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആൾ സോക്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടന്നു തരുന്നത്. അവനെ മാറ്റിക്കണത് ഫുള്ള് എടുക്കണം എന്ന് പറഞ്ഞങ്ങാണ്ട് ആളിങ്ങനെ അതിനുള്ള എല്ലാ രീതിയിലും ഇങ്ങനെ കടന്നു തരണം. അതിനൊക്കെ ആൾ ഉഷാറാട്ടോ. നേരെ മറിച്ച് നമ്മളൊരു ഫോട്ടോത്തിനോ ഒരു വീഡിയോസിനോ വിളിച്ചാണെങ്കിൽ ആളേ അതിൻ്റെ 8 അയലൊക്കെ വരില്ല ആളപ്പം എന്ത് ചെയ്യും, ഓൻ്റെ ഇതിൽ പൂസിങ്ങിൽ അങ്ങനെ നിന്നിരല്ല, നമ്മൾ പറയുന്ന രീതിയിലൊന്നും നിൽക്കൂല. പിന്നെ അതാ പോകാൻ വേണ്ടി അവരെല്ലാവരും 4 പേരും വണ്ടി കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവളെന്ത് ചെയ്തേക്കണു, ഇപ്പോൾ വണ്ടി കയറുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അത് അവർ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ദമ്മ് പൊട്ടിച്ചത്. കാരണം ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അവർ പോയി നേരെ ഭക്ഷണം കഴിച്ച് വേഗം വന്ന് പിന്നെ ഞാനിതാ ചോറ് ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ച് ചോറ് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഒന്നിലും ചോറ് ഞാൻ വേറൊന്നൊക്കെ മാറ്റിയങ്ങാണ്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിരുന്ന വായൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ എടുത്ത് ചോറ് ഫുള്ളായിക്ക് കൊട്ടി വെച്ച് നന്നായിട്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഈദിൻ്റെ വ്ളോഗ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും പാടെ നിന്നെടുത്തതും ഫാമിലി ആയിട്ടും ഓരോരുത്തരായിട്ടൊക്കെ നിന്നെടുത്ത ഓരോ ഫോട്ടോസുകളുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അടിക്കുക കേട്ടോ.